നിങ്ങൾ ഈ മുസ്ലിം സംഘശക്തി ആക്രമിക്കുമ്പോൾ പിന്നിൽ നിന്നും ചിരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കൊടിപിടിക്കാനും ആരാ വരുന്നത്? സിറാജ് ദിനപത്രത്തിൽ നിങ്ങൾ എഴുതിയ വാക്ക് നോക്കൂ. മുസ്ലിം ഉമ്മത്തിന്റെ ഒരു നായകനോട് നിങ്ങൾ എഴുതാൻ പാടില്ല. വേദനയോടുകൂടിയാണ് നിങ്ങൾ പറയുന്നത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് 1989 മെയ് 29 തിങ്കളാഴ്ച സ്വരാജ് പത്രം എഴുതി. സുന്നികളുടെ പേര് നടത്തുന്ന പത്രം. എന്താ കൂട്ടരെ സുന്നി? അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കലല്ലേ? പ്രവാചകരുടെ കുടുംബത്തെ സ്നേഹിക്കലല്ലേ? ഇതില്ലാത്തൊരു സുന്നി ഉണ്ടോ? ആ സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യം ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ എഴുതിയ വാചകം എന്താണ്? 25 പൈസയുടെ മെമ്പർഷിപ്പ് പോലും എടുക്കാത്ത കാലത്ത് വന്യപിതാവ് മരണപ്പെട്ടു പോയതിനാൽ താങ്കൾക്ക് ലഭിച്ച പദവിയാണ് ലീഗിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനം. കേരളക്കരയിലെ ദീനിന്റെ അധപ്പതനത്തിന്റെ തുടക്കമാണ് അത് എന്ന് അന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. കാരണം കൊടപ്പനക്കൽ തറവാട്ടിന് ഈ ഗതികേട് വരുമെന്ന് ആരും മോഹിച്ചില്ല. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതം സംഭവിച്ചു. താങ്കൾ കാരണമായി കേരളത്തിലെ ദീനീ സ്ഥാപനങ്ങൾ നശിക്കുന്നു, പ്രവർത്തകർ തമ്മിൽ തല്ലുന്നു. എല്ലാവർക്കും പറയാനുള്ള കാരണം ഒന്നാണ്, കൊടപ്പനക്കൽ കുട്ടിയാണ് ലീഗിന് നേതൃത്വം കൊടുക്കുന്നത്. ഇത്തരക്കാരുടെ പാപത്തിന് അവർ തന്നെ മറുപടി പറയേണ്ടി വരും. എന്നിട്ടൊരു താക്കീത്, തങ്ങളെ കാറൂണിനെയും ഫിറഔനെയും പാഠം പഠിപ്പിച്ച അള്ളാഹുവിന് ഭൂമുഖത്ത് ആരും വലിപ്പമേറുകയില്ല. ബഹുമാന്യരായ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ പൊടിപിടിക്കുന്ന പ്രവർത്തകരെ കാറൂണിനെ പാഠം പഠിപ്പിച്ചതുപോലെ പാണക്കാട് തങ്ങളെ പാഠം പഠിപ്പിക്കുമെന്ന് പറയുന്ന നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, ഈ ജനമഹാസാഗരത്തെ പോലെയുള്ള ജനസമൂഹത്തിന്റെ ചങ്കിലച്ചോര നിലനിൽക്കുന്ന കാലത്ത് നിങ്ങൾക്ക് ആ കുടുംബത്തെ ധിക്കരിക്കാനാവില്ല. ഞങ്ങൾ രാഷ്ട്രീയമായിട്ടല്ല അവരെ തോളിലേറ്റുന്നത്, ഞങ്ങൾ അവരെ തോളിലേറ്റുന്നത് ആത്മീയമായിട്ടാണ്. ആ രാഷ്ട്രീയ പാർട്ടിയോട് വിയോജിപ്പുള്ളവർ ഈ വേദിയിലുണ്ടാകും, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാത്തവർ ഈ വേദിയിലുണ്ടാകും, ലീഗിന്റെ ശത്രുക്കൾ പക്ഷേ ഈ വേദിയിലുണ്ടാകും. പക്ഷേ സമത്വ എന്ന് പറയുന്ന ശക്തിയെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല, കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ആത്മീയ നേതാക്കളെ ധിക്കരിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖിന്റെ കുടുംബത്തിനെതിരെ ധിക്കാരം പ്രകടിപ്പിക്കുന്നവർ ഒരുപാട് തങ്ങന്മാരും പ്രവർത്തകരുമുണ്ടെങ്കിലും എന്തേ കൊടപ്പനക്കൽ മാത്രം ഇത്ര വിശ്വാസം ജനങ്ങൾക്ക്? അത് അല്ലാഹു കൊടുക്കുന്ന നേട്ടമാണ്. അത് അരിവാൾ ചുറ്റിയൊക്കെ വോട്ട് ചെയ്താൽ പോകൂല, ഈ ജനസമൂഹത്തിന്റെ മനസ്സിൽ പോകൂല. അത് രാഷ്ട്രീയമല്ല, അത് ആത്മീയമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രഖ്യാപിച്ച കുരിശുദ്ധം പിൻവലിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ പൊതുധാരയിലേക്ക് വരാൻ നിങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ 15 വർഷം കൊണ്ട് നേടിയെടുത്ത ഈ ആത്മീയ ചരിത്രത്തിന്റെ പിൻബലം ഇവിടെ നിലനിൽക്കുമ്പോ, ഈ ആത്മീയ ഉമ്മത്തിന്റെ ആത്മീയ തേജസ് ഇവിടെ നിലനിൽക്കുമ്പോ മുസ്ലിം സംഘശക്തിക്കെതിരെ ആര് വന്നാലും ശരി, തങ്ങളെ ഞങ്ങൾ പറയുന്നു, ഏതവസ്ഥയിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാലത്തോളം രാഷ്ട്രീയം പോകട്ടെ, നിങ്ങൾക്ക് പിന്നിൽ ഈ സമുദായം ഉണ്ടാകും, നിങ്ങൾക്ക് പിന്നിൽ ഈ സമുദായം ഉണ്ടാകും. കാന്തപുരത്തിന്റെ ഭീഷണി അവഗണിച്ചോളൂ, അയാളെ പുല്ലുവിലക്ക് പുറത്തു നിർത്തിക്കോളൂ. നിങ്ങൾക്കൊപ്പം ഈ ആത്മീയ സമൂഹമുണ്ട്, മഹാനായ സമസ്ത സെക്രട്ടറിയുടെ പ്രാർത്ഥനയുണ്ട്, ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയുണ്ട്. ആർക്കെങ്കിലും വേണ്ടി ചെരുപ്പ് നട്ടുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ നിങ്ങൾ ഈ സമുദായത്തിന്റെ കുഞ്ഞി കുറിച്ച് പുറത്തെറിഞ്ഞോളൂ. അവർക്ക് വഖഫ് ബോർഡ് പോയിട്ട് ഒരു മഹലിൽ പോലും സ്ഥാനം കൊടുക്കണ്ട. ആ കാര്യം മുസ്ലിം ലീഗും മുസ്ലിം ലീഗിലെ ചില നേതാക്കളും കൂടി മനസ്സിലാക്കണം. കാന്തപുരത്തിൽ ഓശാന പോരാൻ നടന്ന ചില നേതാക്കൾ പാണക്കാട് കുടുംബത്തെ പോലും കാന്തപുരം എതിർക്കുമ്പോ മുസ്ലിം ലീഗിന്റെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന കാന്തപുരത്തിന് വേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുക്കാനും അയാളെ പിന്നിൽ നിൽക്കാനും ഏതെങ്കിലും ലീഗ് നേതാക്കൾ ഇനിയെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെങ്കിലും ഇന്ന് മനസ്സിലാക്കണമെന്ന് അന്തസ്സോടുകൂടി പറയാൻ മുസ്ലിം ലീഗിന്റെ നായകൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. ആ തിരിച്ചറിവ് ഇന്ത്യ മഹാരാജ്യത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേടിയത് ലീഗിന് വേണ്ടി ദാസ്യപ്പണിയെടുത്തിട്ടല്ല, ലീഗിന് വേണ്ടി വോട്ട് പിടിച്ചിട്ടല്ല. ഈ രാഷ്ട്രീയ കുത്തൊഴുക്കിലും ചിതറാത്ത ആത്മീയ ആവേശമുള്ള ഒരു പടയണി ഉച്ചവരെ കോരിച്ചെറിയുന്ന മഴയെ അവഗണിച്ചുകൊണ്ട് ചെളിപ്പാടത്ത് കാലുപൂഴ്ത്തി ചെറുശ്ശേരി ഉത്താദ് വിളിച്ചാവരാനും ഹൈദരലി ശിഹാബ് തങ്ങള് സുന്നി മഹല്ല് ഫെഡറേഷന്റെ പേരിൽ വിളിച്ചാവരാനും ഈ സമൂഹം പ്രതിജ്ഞാബദ്ധമാണ്. SKSFന്റെ പ്രവർത്തകർ എന്ത് കൊടുങ്കാറ്റുകൾ ഉണ്ടായാലും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ കൊടി പിടിക്കുമ്പോ ഞങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നിൽ അണമുറിയാതെ ഏത് വെള്ളച്ചാട്ടത്തിലും പതറാതെ, ഭൂകമ്പമുണ്ടായാൽ പോലും പതറാതെ, രാഷ്ട്രീയ കുത്തൊഴുക്കിൽ ചിതറാതെ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുന്നു.